മനോദൃശ്യത്തിൻ്റെ സുശക്തമായ പ്രക്രിയ. നൂറ്റാണ്ടുകളായി അവതാര പുരുഷന്മാരും ആചാര്യന്മാരും അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ആചാര്യന്മാരും മനോദൃശ്യം എന്ന പ്രക്രിയയെപ്പറ്റി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 1912 ചാൾസ് ഹാനൽ രചിച്ച മാസ്റ്റർ കീം സിസ്റ്റം എന്ന പുസ്തകത്തിൽ മനോദൃശ്യത്തിൽ വൈദഗ്ധ്യം നേടുവാനായി ആഴ്ചതോറും ചെയ്യേണ്ട 24 വ്യായാമങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ കീം സിസ്റ്റം എന്ന പുസ്തകം മൊത്തത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ അധീനമാക്കാനുള്ള കഴിവ് നേടാൻ സഹായകമാകും. മനോദൃശ്യം എന്നത് ഇത്രയേറെ ശക്തിയുള്ള ഒരു കാര്യമാകാൻ കാരണം ഇതാണ്. നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ചിത്രങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കുമ്പോൾ വാസ്തവത്തിൽ അത് നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ചിന്തകളും വികാരാനുഭവങ്ങളും ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ മനോദൃശ്യം എന്നത് ശക്തമായി കേന്ദ്രീകരിച്ച ചിന്തകളുടെ ചിത്രങ്ങൾ തന്നെയാണ്. അത് അത്ര തന്നെ ശക്തമായ വികാരാനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മനോദൃശ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് അതിശക്തമായ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്നു. ആകർഷണ നിയമം ആ ശക്തമായ സിഗ്നലുകളെ പിടിച്ചെടുത്ത് നിങ്ങൾ മനസ്സിൽ കണ്ടതുപോലെ ആ ചിത്രങ്ങളെ നിങ്ങളിലേക്ക് തിരിച്ചെത്തിക്കും. ഡോക്ടർ ഡെനിസ് വെയ്റ്റ്ലി. അപ്പോളോ പദ്ധതിയിൽ നിന്നാണ് എനിക്ക് മനോദൃശ്യ പ്രക്രിയ കിട്ടിയത്. 1980-ലും 90-ലും ഒളിമ്പിക് കാര്യപരിപാടിയിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തി. വിഷ്വൽ മോട്ടോർ റിഹേഴ്സൽ എന്നായിരുന്നു അതിൻ്റെ പേര്. മനസ്സിൽ ദൃശ്യം സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾ അതിന് മൂർത്ത രൂപം നൽകുന്നു. മനസ്സിനെക്കുറിച്ചുള്ള കൗതുകകരമായ ഒരു കാര്യം ഇതാ. ഞങ്ങൾ ഒളിമ്പിക്സിലെ കായിക താരങ്ങളോട് അവരുടെ ഇനങ്ങളിൽ അവർ പങ്കെടുക്കുന്നതായി മനസ്സിൽ സങ്കല്പിക്കാൻ ആവശ്യപ്പെട്ടു. അവരെ അത്യാധുനിക ബയോഫീഡ്ബാക്ക് ഉപകരണങ്ങൾ കൊണ്ട് നിരീക്ഷിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവർ യഥാർത്ഥത്തിൽ ട്രാക്കിൽ ഓടുമ്പോൾ അവരുടെ പേശികൾ എങ്ങനെ പ്രവർത്തിച്ചുവോ അതേ രീതിയിൽ അതേ ക്രമത്തിൽ തന്നെയാണ് ഈ പരീക്ഷണത്തിലും പേശികൾ പ്രവർത്തിച്ചത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? കാരണം മനസ്സിന് ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുകയാണോ അതോ വെറുതെ പരിശീലിക്കുകയാണോ എന്ന് വേർതിരിച്ചറിയില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ശരീരം കൊണ്ട് നിങ്ങൾ അവിടെ എത്തും. വലിയ ശാസ്ത്രജ്ഞന്മാരെയും അവരുടെ കണ്ടുപിടുത്തങ്ങളെയും കുറിച്ച് ആലോചിച്ചു നോക്കൂ. റൈറ്റ് സഹോദരന്മാരും വിമാനവും, ജോർജ് ഈസ്റ്റ്മാനും ഫിലിമും, തോമസ് എഡിസണും വൈദ്യുത ബൾബും, അലക്സാണ്ടർ ഗ്രഹാംബെല്ലും ടെലിഫോണും. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടായത് കാരണമാണ് ഈ ലോകത്തെ ഏതൊരു കണ്ടുപിടുത്തമോ സൃഷ്ടിയോ ഉണ്ടായിട്ടുള്ളത്. ആ വ്യക്തി വ്യക്തതയോടെ അത് മനസ്സിൽ കണ്ടു. അന്തിമ ഫലത്തിൻ്റെ ചിത്രം സ്ഥിരമായി മനസ്സിൽ സൂക്ഷിച്ചു. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ചേർന്ന് ആ കണ്ടുപിടുത്തത്തെ അയാളിലൂടെ ലോകത്തെത്തിച്ചു. ഇവരെല്ലാം രഹസ്യം അറിയുന്നവരായിരുന്നു. അദൃശ്യമായ ശക്തിയിൽ ഉറച്ച വിശ്വാസമുള്ളവരായിരുന്നു. കണ്ടുപിടുത്തത്തെ സാക്ഷാത്കരിക്കാനായി പ്രപഞ്ചത്തെ ചലിപ്പിക്കാനുള്ള ശക്തി സ്വന്തം ഉള്ളിൽ ഉണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. അവരുടെ വിശ്വാസവും ഭാവനയുമാണ് മാനവരാശിയുടെ പുരോഗതിക്ക് കാരണമായത്. അവരുടെ സൃഷ്ട്യുന്മുഖമായ മനസ്സുകളുടെ ഗുണഫലങ്ങൾ നാം ഓരോ ദിവസവും അനുഭവിക്കുന്നു. ആ മഹാന്മാരുടേതുപോലുള്ള ബുദ്ധിയും മനസ്സും എനിക്കില്ലല്ലോ. അവർക്ക് അതൊക്കെ വിഭാവനം ചെയ്യാൻ കഴിഞ്ഞു, പക്ഷെ എനിക്ക് കഴിയില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ്. രഹസ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം നേടാനുള്ള ഈ പ്രയാണത്തിൽ മുന്നോട്ട് പോകവേ നിങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലായുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്ന്. മൈക്ക് ഡൂളി. നിങ്ങൾ മനോദൃശ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം സജീവമായിരിക്കുന്ന സമയത്ത് എപ്പോഴും അന്തിമ ഫലത്തിൽ മാത്രം മനസ്സ് തങ്ങി നിൽക്കണം. ഇതാ ഒരു ഉദാഹരണം. നിങ്ങളുടെ പുറം കൈയിലേക്ക് നോക്കൂ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പുറം കൈയിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. ചർമ്മത്തിൻ്റെ നിറം, പുള്ളിക്കുത്തുകൾ, ഞരമ്പുകൾ, മോതിരം, നഖങ്ങൾ, ഓരോ വിശദാംശവും ശ്രദ്ധിച്ചു നോക്കുക. ആ കൈകൾ, ആ വിരലുകൾ നിങ്ങളുടെ പുതുപുത്തൻ കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണടയ്ക്കുക. ഡോക്ടർ ജോ വിറ്റാലെ. ഇതൊരു ത്രിമാന തലത്തിലുള്ള അനുഭവമാണ്. ഈ നിമിഷത്തിൽ സത്യമായ ഒരു അനുഭവം ആ കാർ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ഇനി ആ കാറിന് വേണ്ടി ആവശ്യപ്പെടേണ്ടതില്ല എന്ന് തോന്നിക്കുന്ന അനുഭവം. മനോദൃശ്യത്തിൽ നിങ്ങൾ എവിടെയെത്താൻ ആഗ്രഹിക്കുന്നു എന്നതിനെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നതാണ് ഡോക്ടർ വിറ്റാലയുടെ വാക്കുകൾ. ഭൗതിക ലോകത്തിലേക്ക് നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ഒരു ഞെട്ടൽ അനുഭവിക്കപ്പെടുന്ന സമയത്ത് മനോദൃശ്യം യാഥാർത്ഥ്യമാകുന്നു. പക്ഷേ ആ അവസ്ഥ, ആ തലം, അത് യഥാർത്ഥമാണ്. എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ആ പ്രതലത്തിലാണ്. എല്ലാ സൃഷ്ടികളുടെയും യഥാർത്ഥ പ്രതലത്തിൽ നിന്നുള്ള അന്തിമ ഫലമാണ് ഭൗതിക തലം എന്നത്. അതുകൊണ്ടാണ് ഇനിയും നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട് എന്ന് തോന്നൽ ഉണ്ടാവാത്തത്. കാരണം നിങ്ങൾ ആ തരംഗദൈർഘ്യത്തെ കണ്ടെത്തി മനോദൃശ്യത്തിലൂടെ സൃഷ്ടിയുടെ യഥാർത്ഥ പ്രതലം അനുഭവിച്ചു കഴിഞ്ഞു. ആ പ്രതലത്തിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. അത് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ജാക്ക് കാൻഫീൽഡ്. വികാരാനുഭവമാണ് ആകർഷണം ഉണ്ടാക്കുന്നത്, ചിത്രങ്ങളോ ചിന്തകളോ മാത്രമല്ല. എൻ്റെ ചിന്തകൾ ശരിയായ ദിശയിലാണെങ്കിൽ, മനോദൃശ്യത്തിൽ എനിക്ക് വേണ്ടത് കിട്ടിയതായി കാണുകയാണെങ്കിൽ അത് മതിയല്ലോ എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് സമൃദ്ധി അനുഭവപ്പെടുന്നില്ലെങ്കിൽ, സ്നേഹവും സന്തോഷവും അനുഭവപ്പെടുന്നില്ലെങ്കിൽ ആകർഷണത്തിൻ്റെ ശക്തി അവിടെ ഉണ്ടാവുന്നില്ല.
ബോബ് ഡോയിൽ. യഥാർത്ഥത്തിൽ ആ കാറിലിരിക്കുന്ന വികാരം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. എനിക്ക് ആ കാർ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ആ കാർ വാങ്ങും എന്ന മട്ടിലല്ല വേണ്ടത്. കാരണം ഇതിനോടൊക്കെ ബന്ധപ്പെട്ട് വ്യക്തമായ വികാരങ്ങളുണ്ട്. അത് ഇപ്പോൾ അല്ല, ഭാവിയിലെ കാര്യമാണ് എന്ന വികാരത്തിൽ തന്നെ നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഭാവിയിലെ കാര്യം മാത്രമായിരിക്കും. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. ആ വികാരങ്ങളും ഉൾക്കാഴ്ചകളും പ്രപഞ്ചശക്തികളുടെ ആവിഷ്കാരത്തിന് കടന്നുവരാനായി ഒരു വാതിൽ തുറക്കും. ഈ ശക്തി എന്താണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല, പക്ഷേ അങ്ങനെ ഒന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. അലക്സാണ്ടർ ഗ്രഹാം ബെൽ, 1847 1922. ജാക്ക് കാൻഫീൽഡ്. എങ്ങനെ എന്നത് ആലോചിച്ച് കണ്ടെത്തലല്ല നമ്മുടെ ജോലി, എന്ത് എന്നതിനോട് പ്രതിബദ്ധതയും വിശ്വാസവും ഉണ്ടെങ്കിൽ എങ്ങനെ എന്നത് ഉരുത്തിരിഞ്ഞു വരും. മൈക്ക് ഡൂളി. എങ്ങനെ എന്നത് പ്രപഞ്ചത്തിൻ്റെ സ്വാധീന മണ്ഡലമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നത്തിനും ഇടയിലുള്ള ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും വേഗത്തിലെത്തുന്ന വഴി ഏതാണ് എന്ന് അതിനറിയാം. ഡോക്ടർ ജോ വിറ്റാലെ. നിങ്ങൾ അത് പ്രപഞ്ചത്തെ ഏൽപ്പിച്ചാൽ പ്രപഞ്ചം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുതരുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും അമ്പരിപ്പിക്കുകയും ചെയ്യും. ഇവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു ഉൾക്കാഴ്ച കാണുമ്പോൾ നിങ്ങൾ രംഗത്ത് കൊണ്ടുവന്ന ഘടകങ്ങൾ ഏതൊക്കെ ആയിരിക്കുമെന്ന് രഹസ്യം പഠിപ്പിക്കുന്ന അധ്യാപകർക്കെല്ലാം അറിയാം. നിങ്ങൾ മനസ്സിലൊരു ചിത്രം കാണുകയും അത് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ സ്വയം കണ്ടെത്തിക്കുന്നു. എങ്ങനെ ഇത് സംഭവ്യമാകുമെന്നതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ അന്തിമഫലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ പ്രപഞ്ചത്തിൽ നിങ്ങൾക്കുള്ള അടിയുറച്ച വിശ്വാസം പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ്. ആ കാര്യം നടന്നു എന്ന് കാണുന്നതാണ് മനസ്സിൽ നിങ്ങൾക്കുണ്ടാക്കാവുന്ന ചിത്രം. ഒരു കാര്യം നടന്നു എന്ന് കാണുന്നതാണ് നിങ്ങളുടെ വികാരം. നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ അസ്തിത്വം മുഴുവനും ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞതായി കാണുകയാണ്. അതാണ് മനോദൃശ്യം എന്ന കല. ഡോക്ടർ ജോ വിറ്റാലെ. ഇത് ഫലത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം, പക്ഷേ അതൊരു മടുപ്പിക്കുന്ന ദിനചര്യയായി മാറരുത്. രഹസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം സുഖാനുഭവം ഉണ്ടാവുക എന്നതാണ്. ഈ പ്രക്രിയ കൊണ്ട് നിങ്ങൾക്ക് അത്യാനന്ദം അനുഭവപ്പെടണം. നിങ്ങൾക്ക് കഴിയാവുന്നത്ര സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടാവണം. മനോദൃശ്യം കാണാനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്. ഒരു അടുക്കളയുടെ ചിത്രം കൊണ്ട് ഇത് ഞാൻ തെളിയിച്ചു തരാം. ഇത് നടക്കണമെങ്കിൽ നിങ്ങളുടെ അടുക്കളയെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം. നിങ്ങളുടെ അടുക്കളയെക്കുറിച്ച് ഒട്ടും ആലോചിക്കരുത്. നിങ്ങളുടെ അടുക്കളയുടെ ചിത്രങ്ങൾ മുഴുവൻ, അലമാരകൾ, ഫ്രിഡ്ജ്, അടുപ്പ്, ലൈറ്റുകൾ, ചുവരിലെ നിറങ്ങൾ എല്ലാം മനസ്സിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റണം. ഇപ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ അടുക്കളയുടെ ഒരു ചിത്രം മനസ്സിൽ കണ്ടില്ലേ? അത് തന്നെയാണ് നിങ്ങളുടെ മനോദൃശ്യം. എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ മനോദൃശ്യങ്ങൾ ഉണ്ടാകും. മനോദൃശ്യങ്ങളാണ് വിജയത്തിൻ്റെ പരമമായ രഹസ്യം. ജനവീവ് ബെഹ്റണ്ട്, 1881 1960. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സെമിനാറുകളിൽ മനോദൃശ്യങ്ങളെക്കുറിച്ചുള്ള ചില അറിവുകൾ പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലൊരു നിശ്ചല ചിത്രം സൃഷ്ടിച്ചാൽ അതിനെ മനസ്സിൽ പിടിച്ചു നിർത്താൻ പ്രയാസമായിരിക്കും. അതിനാൽ ധാരാളം ചലനമുള്ള ഒരു ദൃശ്യമായിരിക്കണം സൃഷ്ടിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് വ്യക്തമാക്കുവാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുക്കള മനസ്സിൽ സങ്കല്പിക്കുക. ഇത്തവണ നിങ്ങൾ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നതും ഫ്രിഡ്ജിനടുത്തേക്ക് നടക്കുന്നതും അത് തുറക്കുന്നതും അതിനകത്തേക്ക് തിരിയുന്നതും സങ്കല്പിക്കുക. കൈ നീട്ടി ആ വെള്ളത്തിൻ്റെ കുപ്പി എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കുപ്പിയുടെ തണുപ്പ് അനുഭവപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ളത്തിൻ്റെ കുപ്പിയുണ്ട്. മറ്റേ കൈകൊണ്ട് ഫ്രിഡ്ജ് അടയ്ക്കുന്നു. നിങ്ങളുടെ അടുക്കള എല്ലാ വിശദാംശങ്ങളോടും ചലനങ്ങളോടും കൂടി മനസ്സിൽ കാണുമ്പോൾ ആ ദൃശ്യം മനസ്സിൽ സൂക്ഷിക്കാൻ കുറെ കൂടി എളുപ്പം തോന്നുന്നില്ലേ? നമുക്ക് അറിയാത്ത ഒട്ടേറെ ശക്തികളും സാധ്യതകളും നമ്മളിലുണ്ട്. അക്കൂട്ടത്തിൽ അതിവിശിഷ്ടമായ ഒന്നാണ് മനോദൃശ്യം. ജനവീവ് ബെഹ്റണ്ട്.